Let's move on to the next theorem, theorem 9. In this hypothesis, we are considering the nth order non-homogeneous linear differential equation. Suppose, actually it is a generalization of the theorem 8. Suppose, let yp, this is the notation we use, let yp be a given solution of non-homogeneous linear differential equation. That is, it is a solution of non-homogeneous linear differential equation. The solution has no arbitrary constants. നമുക്കറിയാം നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ബട്ട് ഇൻ ദിസ് പർട്ടിക്കുലർ സൊല്യൂഷൻ ദർ എക്സിസ്റ്റ് നോ ആർബിട്രറി കോൺസ്റ്റൻസ്. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ കോൺസ്റ്റൻസ് വരും. ബട്ട് ഇൻ ദിസ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്തുണ്ടാവാൻ പാടില്ല? ഈ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഇതൊക്കെ നമ്മൾ ഇതിന് കുറച്ച് കഴിയുമ്പോൾ പ്രോബ്ലംസിൽ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത്. രണ്ട് പാർട്ടായിട്ട് നമ്മൾ സൊല്യൂഷന്, ഈ നോൺ ഹോമോജീനിയസ് സൊല്യൂഷന് നമുക്കൊരു യുവർ ഡ്യൂട്ടി ഈസ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം നമ്മൾ അതിന് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ അതിൻ്റെ നമ്മളിപ്പോൾ ആദ്യം ഇവർ പറഞ്ഞേക്കുന്നത് YP സൊല്യൂഷൻ ഓഫ് ദി ആ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കും. അതെന്ന് പറഞ്ഞാൽ അതിലെന്തുണ്ടാവാൻ പാടില്ല? ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടാവാനായിട്ട് പാടില്ല. അടുത്ത കേസ്, അടുത്ത സപ്പോസ് എന്ന് പറയുന്നത് വേറൊരെണ്ണം, ഇതിന്റെ ഹോമോജീനിയസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് സൊല്യൂഷൻ ഉണ്ട്. അതിന് നമ്മൾ YC എന്ന് ഡിനോട്ട് ചെയ്യും. ഇത് ഇങ്ങനെയായിരിക്കും. അതിന് കോൺസ്റ്റൻസ് ഉണ്ടാവും C1y1 പ്ലസ് C2y2 പ്ലസ് എക്സെട്ര പ്ലസ് CNyn. ഇതെന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ ഓഫ് ആരുടെ? നമ്മളുടെ ഹോമോജീനിയസ് കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കേസ്. അപ്പൊ രണ്ട് ടൈപ്പ് സൊല്യൂഷൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഹൈപ്പോത്തസിസിൽ. നമ്മളുടെ കയ്യിൽ ആകെ ഉള്ളത് ഒരു നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മളുടെ കയ്യിലുള്ളത്. അപ്പൊ അതിന്റെ രണ്ട് ടൈപ്പ് സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ തരും. ഒരെണ്ണം YP എന്ന് പറയുന്നത് എന്താണ്? നോൺ ഹോമോജീനിയസിന്റെ തന്നെ സൊല്യൂഷൻ ആണ്. പക്ഷെ അതിൽ എന്തുണ്ടാവാൻ പാടില്ല? ഇറ്റ് ഹാസ് നോ ആർബിട്രറി കോൺസ്റ്റൻസ്. വേറൊരു സൊല്യൂഷൻ ആണ് YC. അത് ഇതിന്റെ അല്ല, ആരുടെയാണ്? YC എന്ന് പറയുന്നത് ഹോമോജീനിയസിന്റെയാണ്. അപ്പോൾ ഹോമോജീനിയസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് എടുക്കും, അതിന്റെ ഒരു സൊല്യൂഷൻ എടുക്കും, YC എന്നുള്ളൊരു സൊല്യൂഷൻ നമ്മൾ എടുക്കും. ആ സൊല്യൂഷനിൽ ഇങ്ങനെയായിരിക്കും ഫോം വരുന്നത് C1y1. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. YC is equal to C1y1 plus C2y2 plus etc. ഇങ്ങനെയായിരിക്കും ആ സൊല്യൂഷൻ വരാൻ പോകുന്നത്. ഇത് ആരുടെ സൊല്യൂഷൻ ആയിരിക്കും? ഹോമോജീനിയസിന്റെ ജനറൽ സൊല്യൂഷൻ ആയിരിക്കും. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരുടെയാണ്? ജനറൽ സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ്. അതാണ് നമ്മളുടെ എയിം. അപ്പോൾ നമ്മളുടെ കയ്യിൽ അതിന്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷനും ഉണ്ട്, ഹോമോജീനിയസിന്റെ ഒരു ജനറൽ സൊല്യൂഷനും ഉണ്ട്. ദെൻ വി ഹാവ് ടു ഒബ്റ്റെയിൻ ദി ജനറൽ സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ്. ഇങ്ങനെയാണെങ്കിൽ കൺക്ലൂഷൻ വരാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, എവറി സൊല്യൂഷൻ ഓഫ് ദി ഫോം YC പ്ലസ് YP. ഈ YCക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം? C1y1 പ്ലസ് C2y2 പ്ലസ് എക്സെട്ര പ്ലസ് CNyn. പിന്നെ എന്തും കൂടെ ഉണ്ട്? പ്ലസ് YP. ഇതാണ് എന്ത്? ഇതിൽ n ആർബിട്രറി കോൺസ്റ്റൻസും ഉണ്ട്. ഇതാണ് നമ്മളുടെ ജനറൽ സൊല്യൂഷൻ ഫോർ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതാണ് നമ്മളുടെ തിയറം. അതായത് the first aim of this theorem is to obtain the general solution of non-homogeneous linear differential equation. So, first we find the particular solution of non-homogeneous linear differential equation in which there exist no arbitrary constants. Also, we will find a general solution to the homogeneous linear differential equation which is of the form C1y1 plus C2y2 plus etc. plus CNyn, in which we can see that there are n constants are there. So, if we add these two, one particular solution and this general solution of this homogeneous equation, we obtain a general solution to the non-homogeneous linear differential equation. ഇതാണ് ഈ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മളുടെ കയ്യിൽ ഒരു നോൺ ഹോമോജീനിയസ്, അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് നോൺ സീറോ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് വി വിൽ ഫൈൻഡ് ഔട്ട് ദി പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ആരുടെ? നോൺ ഹോമോജീനിയസിന്റെ. അതിന് YP എന്ന് കൊടുക്കും. ദെൻ വി വിൽ ഫൈൻഡ് ഔട്ട് ദി കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതും. എന്നിട്ട് അതിന്റെ ഒരു
സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അതിന്റെ ജനറൽ സൊല്യൂഷൻ കിട്ടും. ദാറ്റ് ഈസ് YC എന്ന് കിട്ടും. Then we add together to obtain the general solution of non-homogeneous linear differential equation. ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മൾ ഈ YC എന്ന് പറയുന്നതിനെ പറയുന്ന പേരാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. അതായത് വെറുതെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അല്ല, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഓഫ് നമ്മളുടെ ഇക്വേഷൻ, നമ്മളുടെ നോൺ ഹോമോജീനിയസിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഓക്കെ, YC is called a complementary function. Also, YP is called the particular integral. Particular integral. അപ്പോൾ particular integralൽ എന്തുണ്ടാവില്ല? Constants ഉണ്ടാവില്ല. Make sure. Therefore, the general solution can be written as complementary function plus particular integral. Okay. Let us do an example for this theorem. Consider the differential equation, non-homogeneous differential equation d square y by dx square plus y equal to x. The same equation that we have used in the theorem 8. That's equation number 1. We have to find the general solution of this of 1. Okay. This is our aim. Now, we all know that this is the first method. We സാധാരണ നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ടേ പർട്ടിക്കുലർ ഇന്റഗ്രലിലോട്ട് പോകും. അതായത് YC കണ്ടുപിടിച്ചിട്ട്, അതാണ് അതിന്റെ ഒരു രീതി. YC കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ YC കണ്ടുപിടിച്ചിട്ടാണ് YPയിലോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മൾ ഇതിന്റെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള YC കണ്ടുപിടിക്കാനാണ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. YC എന്താണെന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നിങ്ങൾ ഒരു ഇത് ചെയ്തായിരുന്നു. എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വി ടേക്ക് ദി കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഫംഗ്ഷൻ. ഇതിന് ഓൾറെഡി നമ്മൾ പറഞ്ഞു sin x എന്നുള്ളത് ഇതിന്റെ ഒരു ഫംഗ്ഷൻ സൊല്യൂഷൻ ആണ്. ഇതിന് ലീനിയർ ഇൻഡിപെൻഡന്റ് ആയിട്ട് cos x നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്തായിരിക്കും? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ YC എന്ന് പറയുന്നത് എന്തായിരിക്കും? C1 sin x പ്ലസ് C2 cos x. ഇവിടെ സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ട് രണ്ട് സൊല്യൂഷൻ മതി. C1 sin x പ്ലസ് C2 cos x എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് YC കിട്ടി. ഇനി സെക്കൻഡ് വൺ, ഇതിന്റെ ഒരു YP ഓൾറെഡി നമ്മൾ ഇതിൽ പറഞ്ഞായിരുന്നു. ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ഉണ്ട്, അത് y ഈക്വൽ ടു x എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞായിരുന്നു. നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ദാറ്റ് ഈസ് ഇതിൽ കോൺസ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ. Therefore, we can take YP is equal to x. Therefore, the answer, what is the general solution of 1? എന്താണെന്ന് എഴുതാം നമുക്ക്? C1, അത് വേണമെങ്കിൽ y ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതും. വേണമെങ്കിൽ എന്നല്ല, y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുന്നത് എന്താണിത്? YC പ്ലസ് YP. ദാറ്റ് ഈസ് C1 sin x plus C2 cos x plus x. This is the general solution for equation 1. So, this is an illustration for theorem 9.